മറുവശത്ത് ക്ലിനിക്കിൽ റാണ്ടലിനെ സമാധാനിപ്പിച്ച് ഉറങ്ങാനുള്ള മരുന്നും കൊടുത്തു കിടത്തിയ മെറിയലിനരികിൽ വരുന്ന ക്രിസ്റ്റി. ഇതുവരെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ നീ എന്നോട് സംസാരിക്കണം. റാണ്ടൽ സ്വയം ലോ ബോട്ടമൈസ് ചെയ്യാൻ നോക്കി. ജൂലിയുടെ അവസ്ഥ പറയണ്ട, നീയാണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിലിരിക്കുന്നു. നോക്ക്, നിങ്ങൾക്ക് 3 പേർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ ഓക്കെ ആണോ അല്ലേ എന്ന് എനിക്കറിയണം എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ ആരും ഇനി ഓക്കെ ആകുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് തകർന്ന അവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മെറിയൽ. ഈ സമയം കോളനി ഹൗസിൽ ബോയ്ഡ് ഫോട്ടോയിൽ എന്തോ അതിശയം കണ്ടെന്ന് അതെന്താണെന്ന് തിരക്കി ആകാംക്ഷയിലിരിക്കുകയാണ് എൽജിൻ. അതോടെ റോപ്പ് എടുത്ത് എൽജിനരികിൽ വരുന്ന ബോയ്ഡ്, അതെന്താണെന്ന് അറിയുവോ? എൻ്റെ വീടിൻ്റെ ഫോട്ടോ. റിട്ടയർ ചെയ്തപ്പോൾ ഞാനും എൻ്റെ വൈഫും വാങ്ങിയ വീട്. അങ്ങോട്ട് പോകുന്ന വഴിയാ ഞങ്ങൾ ആ നശിച്ച മരം കണ്ടത്. ഇതിലിപ്പോൾ ഇല്ലാത്തത് ആ ബോട്ട് മാത്രമാ എന്ന് എൽജിനെ വരിഞ്ഞു കെട്ടി കലിപ്പാവുമ്പോൾ, ഹാ, അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അവർ നിങ്ങൾക്ക് കാണിച്ചു തരുവാ. നമ്മളെല്ലാം വീട്ടിൽ പോകും, കുറച്ചൊന്ന് കാത്തിരുന്നാ മതി. ബോയ്ഡ്, ഫാത്തിമയെ ഞാൻ ഒന്നും ചെയ്യില്ല. ഇതൊക്കെ അവൾക്ക് വേണ്ടിയാ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാ. കുറച്ച് സമയം കാത്തിരുന്നാൽ എന്ന് എൽജിൻ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുമ്പോൾ, എൻ്റെ ഫാമിലിയാ നീ കൊണ്ടുപോയിരിക്കുന്നത്, മനസ്സിലായോ? ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ, അവളുടെ ജീവൻ വെച്ചാ നീ കളിക്കുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കാൻ പോകുന്നില്ല. അവൾ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ വേദനിപ്പിക്കേണ്ടി വരും എന്ന് ടേബിളിലേക്ക് ടൂൾസ് എടുത്തു വെക്കുന്ന ബോയ്ഡ് തൻ്റെ മനസ്സാക്ഷി എന്നതുപോലെ ഫാദർ കാഡ്രയുടെ ഇലൂഷൻ വീണ്ടും അവിടെ വന്ന് നിൽക്കുമ്പോൾ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിലും മറ്റ് നിവർത്തിയില്ലാതെ, അവൾ എവിടെ? നിന്റെ കൈ ടേബിളിലേക്ക് വെക്ക് എന്ന് ചുറ്റികയെടുത്ത് എൽജിന്റെ കൈ ടേബിളിൽ പിടിച്ചു വെച്ച്, അവൾ എവിടെ? ഒരു തവണ കൂടി ഞാൻ ചോദിക്കും എന്ന് പറയുമ്പോൾ, എനിക്കത് പറയാൻ കഴിയില്ല ബോയ്ഡ് എന്ന് തന്നെ ഇരിക്കുകയാണ് എൽജിൻ. അതോടെ എൽജിന്റെ കൈ പിടിച്ച് ചുറ്റിക കൊണ്ട് കൈവിരലിൽ ആഞ്ഞടിക്കുകയാണ് ബോയ്ഡ്. വേദന കൊണ്ട് അലറി വിളിച്ച് കരയുകയാണ് എൽജിൻ. എൽജിന്റെ ആ നിലവിളി മറ്റുള്ളവരിലും സഹതാപം ഉണ്ടാക്കുമ്പോൾ അവിടേക്ക് വന്നു കയറിയ അക്കോസ്റ്റ ആ നിലവിളി കേട്ട്, ഹേ, അതെന്താ അത് എന്ന് അവിടേക്ക് ഓടിക്കയറുമ്പോൾ അവരെ തടയാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവർ. എന്നാൽ എതിർപ്പുകൾ വകവയ്ക്കാതെ ഓടിക്കയറി വന്ന് എൽജിനെ ബോയ്ഡ് ചോദ്യം ചെയ്യുന്ന ആ കാഴ്ച കാണുന്ന അക്കോസ്റ്റ, ഹേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് അയാളോട് ചൂടാവുമ്പോൾ, പൊക്കോണോ ഇവിടുന്ന്, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ല എന്ന് വിളിച്ചു പറയുകയാണ് ബോയ്ഡ്. എങ്കിലത് പറഞ്ഞു താടോ എന്ന് തിരിച്ച് കലിപ്പിൽ നിൽക്കുകയാണ് അക്കോസ്റ്റ. അതോടെ എല്ലാവരെയും അവിടുന്ന് താഴേക്ക് പോകാൻ വിളിക്കുകയാണ് ഡോണ. അതേസമയം ബാറിൽ ഏതൊരു കോമ്പോസിഷനെയും പോലെ കോർഡ് ഏതാ മെലഡി ഏതാ എന്നൊക്കെ ബോട്ടിൽ സ്ട്രീയിലെ നമ്പേഴ്സ് വെച്ച് കണ്ടെത്തിയ നോട്ട്സിൽ നോക്കി നിൽക്കുന്ന ജേഡ് ഒരു രാഗം പാടുകയാണ്. അത് കണ്ട് അവിടേക്ക് വന്ന് കയറുകയാണ് ജിം. ശേഷം, ഈ നോട്ടുകളിൽ നോക്കിയപ്പോൾ എനിക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റി എന്ന് അത് വയലിനിൽ പ്ലേ ചെയ്യാൻ ഒരുങ്ങുന്ന ജേഡിനെ തടയുന്ന ജിം, ആ മ്യൂസിക് നീ കേട്ടു? ഇത് വിചിത്രമായി തോന്നുന്നില്ലേ? ബോയ്ഡ് കണ്ട ആ നശിച്ച മ്യൂസിക് ബോക്സ് കാരണം ഇവിടെ എല്ലാവരും മരിക്കേണ്ടതായിരുന്നെന്ന് ബോയ്ഡ് പറഞ്ഞത് നീ മറന്നോ? അതുപോലെ ഡൈനറിലെ തനിയെ പാടുന്ന റേഡിയോ സോങ്സ് എന്ന് പറയുമ്പോൾ, എന്നാ പിന്നെ ഇനി എന്ത് വേണമെന്ന് സംശയം തിരക്കുകയാണ് ജേഡ്. നമുക്കിത് ടൗണിൽ വെച്ച് പ്ലേ ചെയ്യണ്ട, ഇവിടെ ഒന്നും സംഭവിക്കരുത്. മെസ്സേജ് ഉണ്ടായിരുന്നത് മരത്തിലല്ലേ, നമുക്ക് അവിടേക്ക് പോയി വായിക്കാം എന്ന് മരത്തിന് അടുത്തേക്ക് പോകാമെന്ന് ബുദ്ധി പറയുകയാണ് തബിത. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഈ സമയം റൂട്ട് സെല്ലാറിൽ തന്റെ വയറ്റിലുള്ള പിശാചിനെ വയറിയേറി പുറത്തെടുക്കാമെന്ന് പൊട്ടിയ ഗ്ലാസ് പീസ് കൊണ്ട് കീറുകയാണ് ഫാത്തിമ. പെട്ടെന്ന് നിർത്ത് എന്ന സ്ത്രീ ശബ്ദം കേട്ട് ഫാത്തിമ ഞെട്ടി നോക്കുമ്പോൾ കിമോണയിട്ട വിരൂപി അവിടേക്ക് വന്ന് ഫാത്തിമയുടെ കൈ പിടിച്ച് കഴുത്തിൽ വെച്ച് പൊട്ടിയ ഗ്ലാസ് കൊണ്ട് കഴുത്ത് മുറിച്ച്, അത് വരുന്നുണ്ട് എന്ന് വയറ്റിൽ നോക്കി പറയുമ്പോൾ വാട്ടർ ബ്രേക്കായി വിറച്ചു നിൽക്കുകയാണ് ഫാത്തിമ. ഒരു ഭാഗത്ത് ഡൈനറിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ജൂലിയോട് ടിയാൻജനിന്റെ രൂപം താൻ മറന്നു തുടങ്ങുന്നു എന്നും തങ്ങളുടെ അനുജൻ തോമസ് എങ്ങനെയായിരുന്നെന്ന് മറന്നു തുടങ്ങി എന്നൊക്കെ ആവലാതി പറഞ്ഞിരിക്കുകയാണ് ഈതൻ. അത് കേട്ടിട്ട് താനും ഈതനും കാട്ടിൽ പോയതും അവിടെ വെച്ച് ബോധം മറിഞ്ഞ് വീണ് കിടന്നപ്പോൾ താൻ സ്വപ്നം കണ്ടു എന്ന് എല്ലാവരോടും പറഞ്ഞെങ്കിലും സത്യത്തിൽ നടന്നത് താൻ വേറെവിടെയോ എത്തി എന്നതാണെന്ന് പറയുന്ന ജൂലി. അവിടെ ചുവരിൽ ചങ്ങലയിൽ കിടന്ന് കണ്ട തൻ്റെയും റാണ്ടൽ, മെറിയൽ, പിന്നെ മാർട്ടിൻ്റെ ഒക്കെ കാര്യവും അതിനുശേഷം ടണലിൽ നിന്ന് തബിതയും വിക്ടറും സംസാരിച്ചത് കേട്ടതും താൻ എങ്ങനെ ആ രാത്രിയിലേക്ക് തിരികെ പോയി എന്നത് അറിയില്ലെന്ന് സംശയം കൂടി പറഞ്ഞിരിക്കുമ്പോൾ ഈതൻ വലിയൊരു ട്വിസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. നീ ഒരു സ്റ്റോറി വാക്കറാണ്, അതായത് നടന്നു കഴിഞ്ഞ ഒരു കഥയിലെ ചാപ്റ്ററുകളിലേക്ക് വീണ്ടും പോകാൻ സാധിക്കുന്ന ആളുകളെ പറയുന്നതാ എന്ന് വിശദീകരിക്കുകയാണ് ഈതൻ. അത് കേട്ട്
എന്ത്? അപ്പോ ആ സ്ഥലത്ത് പോയാൽ വീണ്ടും എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? അപ്പോ ഇതുള്ളതാണെങ്കിൽ എനിക്ക് പലതും മാറ്റാൻ പറ്റില്ലേ? ടിയാൻജനെ രക്ഷിക്കാം, ചിലപ്പോൾ തോമസിനെ വരെ രക്ഷിക്കാൻ പറ്റിയേക്കാം. എന്ന് തനിക്ക് ഒരിക്കൽ നടന്ന സംഭവങ്ങളിലേക്ക് വീണ്ടും പോകാൻ പറ്റുമെങ്കിൽ നടന്ന ദുരന്തങ്ങൾക്ക് കാരണം അറിയാവുന്നതിനാൽ അത് മാറ്റാൻ സാധിക്കില്ലേ എന്ന് തിരക്കിയിരിക്കുകയാണ് ജൂലി. നിനക്ക് ചാപ്റ്ററുകളിൽ പോകാം, പക്ഷെ അതൊന്നും മാറ്റാൻ പറ്റില്ല. അതായത് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞ ഒരു കഥ പിന്നെ ആർക്കും മാറ്റാൻ പറ്റില്ല എന്നിരിക്കുകയാണ് ഈതൻ. അതായത് നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ നടന്നു, അതിലിനി ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. മാത്രമല്ല ഇതിൽ ടൈം ട്രാവൽ കൺസെപ്റ്റ് പോലെ സമയത്തിലൂടെ മുന്നോട്ട് സഞ്ചരിച്ച് ഫ്യൂച്ചറിലെത്താനും ഒന്നും സാധിക്കില്ല. കഴിഞ്ഞ കഥയിലെ കഴിഞ്ഞ താളുകളിലേക്ക് ഒരു യാത്ര മാത്രം. അപ്പം നമുക്ക് തോന്നും എങ്കിൽ പിന്നെ സ്റ്റോറി ട്രാവൽ ചെയ്ത ജൂലി എങ്ങനെ ബോയ്ഡിന് കയറിട്ട് നൽകിയെന്ന്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. അത് ഈ ടൈം ലൈനിൽ എപ്പോഴും നടന്ന ഒരു സംഭവമാണ്. ജൂലി ബോയ്ഡിന് കയറിട്ട് നൽകുന്നതും ബോയ്ഡ് രക്ഷപ്പെടുന്നതും എല്ലാം നമ്മൾ സീരീസിൽ കാണുന്ന ടൈം ലൈൻ തന്നെയാണ് ലീനിയർ എന്ന് ഒരിക്കലും നമുക്ക് പറയാനും സാധിക്കില്ല. ഈ സമയം കോളനി ഹൗസിൽ ഫാത്തിമയെ തട്ടിക്കൊണ്ടുപോയത് എൽജിൻ ആണെന്ന കാര്യം പറഞ്ഞ അക്കോസ്റ്റ ബോയ്ഡിനോടും മറ്റുള്ളവരോടും നിങ്ങൾക്ക് അവളെ കണ്ടുപിടിക്കണം, ശരിയാ, പക്ഷെ അതാ പയ്യനെ ടോർച്ചർ ചെയ്തുകൊണ്ടാവരുത് എന്ന് വാദിച്ചു നിൽക്കുമ്പോൾ ഈ സംസാരമെല്ലാം മാറി നിന്ന് കേൾക്കുന്ന സേറ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് അവിടുന്ന് സ്റ്റെപ്പ് കയറുകയാണ്. നേരെ എൽജിനരികിൽ വന്ന സേറ ചെയറെടുത്തിരിക്കുമ്പോൾ, സേറ ഞാൻ പറഞ്ഞേനെ, പക്ഷേ എനിക്കതിന് പറ്റില്ല എന്നറിയിക്കുകയാണ് എൽജിൻ. അത് കേട്ട്, സാരമില്ല, എനിക്ക് മനസ്സിലാകും. അന്ന് ആദ്യമായി ചർച്ചിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നീ ഒരു നല്ലവനാണെന്ന് തോന്നി. ഞാനും ആദ്യം അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവരെയാ ഈ സ്ഥലത്തിന് വേണ്ടത്, മറ്റുള്ളവരെ സഹായിക്കുന്നവരെ എന്ന് സേറ മറുപടി പറയുമ്പോൾ, സേറ നീ ഒന്ന് ബോയ്ഡിനോട് ഇത് നിർത്താൻ പറയുമോ? കുറച്ചു നേരം നമ്മളൊന്ന് കാത്തിരുന്നാ എന്ന് വേദനയോടെ എൽജിൻ പറയുന്നതും, എങ്കിൽ ഫാത്തിമ മരിക്കും. നീ ഇത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. നീ എല്ലാവരെയും രക്ഷിക്കുകയാണെന്നാണ് നിന്റെ വിചാരം. നിന്നെ കൊണ്ട് എങ്ങനെയാ പറയിപ്പിക്കേണ്ടതെന്ന് ബോയ്ഡിനറിയില്ല എന്ന് അവിടുന്ന് ഭാവമാറ്റത്തിൽ എഴുന്നേറ്റ് സ്ക്രൂ ഡ്രൈവർ എടുക്കുന്ന സേറ, ബോയ്ഡ് നല്ലവനാ. ഈ സ്ഥലം അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരാളെ ഈ സ്ഥലത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ ചേട്ടനെ ഞാനൊരിക്കൽ ഇതിന് കൊടുത്തതാ എന്ന് എൽജിന് നേരെ നിൽക്കുമ്പോൾ സേറ, വിക്ടർ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അല്ലേ? ഈ സമയം എൽജിന്റെ കാര്യത്തിൽ തർക്കിച്ചു നിൽക്കുകയാണ് അക്കോസ്റ്റയും ബോയ്ഡും. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യം ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് അക്കോസ്റ്റ ഭീഷണിപ്പെടുത്തുമ്പോഴാണ് എൽജിന്റെ അലർച്ച അവർ കേൾക്കുന്നത്. സേറ തങ്ങൾക്കൊപ്പം ഇല്ലെന്ന് മനസ്സിലാക്കി എൽജിനുള്ള റൂം ലക്ഷ്യം വെച്ച് ഓടുകയാണ് അവർ. റൂമിൽ ഒരു കണ്ണുപൊട്ടിയ നിലയിലിരിക്കുന്ന എൽജിനും ദേഹത്തും കയ്യിൽ പിടിച്ച സ്ക്രൂ ഡ്രൈവറിലും ചോരയുമായി നിൽക്കുന്ന സേറയും കണ്ട് ബോയ്ഡ് പകച്ചു നിൽക്കുമ്പോൾ ഫാത്തിമ റൂട്ട് സെല്ലാറിലുണ്ടെന്ന് എൽജിനിൽ നിന്ന് മനസ്സിലാക്കി അവരെ അറിയിക്കുകയാണ് സേറ. എന്താലേ? മറുവശത്ത് മരത്തിനടുത്തെത്തിയ ജേഡ് 7 വ്യത്യസ്ത നോട്ട്സ് വയലിനിൽ വായിക്കാൻ തുടങ്ങുകയാണ്. ഒരു ഭാഗത്ത് അപ്പോഴേക്കും ഫാത്തിമയ്ക്ക് അരികിലേക്ക് കുതിച്ചോടുകയാണ് എലിസും ബോയ്ഡും കെന്നിയും. എന്നാൽ റൂട്ട് സെല്ലാറിൽ ഡെലിവറി പെയിൻ വന്നു തുടങ്ങിയ ഫാത്തിമയ്ക്കരികിൽ ഡെലിവറി നടത്താനിരിക്കുകയാണ് കിമോണ ഇട്ട വിരൂപി. ഒപ്പം ഫാത്തിമ മണ്ണ് നീക്കി തുറക്കാൻ ശ്രമിച്ച നിലവറ ഡോർ അവിടെ തനിയെ തുറന്നും വരികയാണ്. ബോട്ടിൽ സ്ട്രീക്കരികിൽ ജേഡ് വയലിൻ വായിക്കുന്നത് തുടരുമ്പോൾ റൂട്ട് സെല്ലാർ ഡോർ തുറക്കുകയാണ് എലിസും മറ്റുള്ളവരും. അപ്പോഴേക്കും ഫാത്തിമയുടെ വയറ്റിൽ നിന്ന് ഒരു മാംസപിണ്ഡം പുറത്തെടുക്കുകയാണ് കിമോണ വിരൂപി. വേദന കൊണ്ടുള്ള ഫാത്തിമയുടെ നിലവിളി കേട്ട് റോഡ് സെല്ലാറിലെ രഹസ്യമുറി ലക്ഷ്യം വെച്ച് അവരെല്ലാം അത് തുറക്കുമ്പോഴേക്കും ആ വികൃത സ്ത്രീരൂപം മാംസപിണ്ഡം കയ്യിലേന്തി നിലവറയിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. അല്പനേരത്തിൽ ഫാത്തിമയ്ക്കരികിലെത്തിയ എലിസിനോട്, അവരതെടുത്ത് താഴേക്ക് പോയി എന്ന് ഫാത്തിമ അവശതയിൽ പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഫാത്തിമയെ സമാധാനിപ്പിച്ച് നമുക്കിവിടുന്ന് പോകാൻ ഡാഡ് എന്ന് ബോയ്ഡിനെ വിളിക്കുകയാണ് എലിസ്. നീയും കെന്നി ഇവളുമായി കോളനി ഹൗസിലേക്ക് പൊക്കോ, എനിക്കത് കാണണം എന്ന് തൻ്റെ തീരുമാനം അറിയിക്കുകയാണ് ബോയ്ഡ്. അത് കേട്ട് ബോയ്ഡിനെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ് കെന്നി. നോക്ക്, എന്താണെങ്കിലും അത് പിന്നത്തേക്ക് വെക്കാൻ പറ്റില്ല എന്ന് ബോയ്ഡ് ഉറച്ചു നിൽക്കുമ്പോൾ അച്ഛൻ അപകടത്തിലേക്ക് ചെന്നുപെടാൻ പോകുവാണോ എന്ന് ആദിയിൽ നിൽക്കുകയാണ് എലിസ്. നീ നിന്റെ ഭാര്യയെ നോക്ക്, ഞാൻ വരും എന്ന് അവിടുന്ന് ഒരു വിളക്കുമായി സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുകയാണ് ബോയ്ഡ്. കാട്ടിൽ ജേഡിന്റെ സംഗീതം കേട്ട് 7 അങ്കുയിക്കുട്ടികൾ വരുന്നത് തിരിച്ചറിഞ്ഞു പറയുകയാണ് തബിത. എന്ത്? എവിടെ എന്ന് ഒന്നും കാണാതെ തിരക്കി നിൽക്കുകയാണ് ജിം. എന്നാൽ നീ കാണുന്നുണ്ടോ എന്ന് ജേഡിനോട് തബിത അത് ചോദിക്കുമ്പോൾ ജേഡിനും ആ കുട്ടികളെ കാണാമായിരുന്നു. നിർത്തല്ലേ, വായിക്ക് എന്ന് സംഗീതം തുടർന്നോളാൻ തബിത പറയുമ്പോൾ അതനുസരിക്കുകയാണ് ജേഡ്. അതോടെ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പതിയെ മുന്നോട്ട് നടന്നു വരികയാണ്. തബിതയ്ക്ക് മുൻപിൽ നേരത്തെ വന്ന അതേ പെൺകുട്ടി.
ഒരു ഭാഗത്ത് ഗണ്ണെടുത്ത് ടണലിനുള്ളിൽ മുന്നോട്ട് നടന്ന ബോയ്ഡ് മുൻപിൽ ഒരു വെട്ടം കാണുകയാണ്. ഫാത്തിമ ആവട്ടെ, ഏലിസ്, ഞാനവരെ കണ്ടു. രാത്രി വരുന്ന ആ ജന്തുക്കൾ അവരെന്താണെന്ന് ഞാൻ കണ്ടു. അവർ മരണത്തിന് അതീതരാവുമെന്ന് അതവരോട് പറഞ്ഞപ്പോൾ അവർ അവരുടെ കുഞ്ഞുങ്ങളെ ബലിയർപ്പിച്ചു എന്ന്. മോൺസ്റ്റേഴ്സിന് മരണമില്ലാത്ത ഈ ജീവിതം ലഭിക്കാൻ അവർ അവരുടെ സ്വന്തം കുട്ടികളെ പോലും ബലി നൽകി എന്ന് പറയുകയാണ്. ഫാത്തിമ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് നമുക്ക് പിന്നീട് വിശദമായി അറിയാം. ഈ സമയം അവിടെയുള്ള പല മോൺസ്റ്റേഴ്സിന് മുൻപിൽ ആ മാംസപിണ്ഡം കൊണ്ടുവച്ചിട്ട് മുട്ടുകുത്തിയിരിക്കുകയാണ് കിമോണ വിരൂപി. നിമിഷങ്ങൾക്കുള്ളിൽ ആ മാംസപിണ്ഡം വികസിച്ച് വലുതായി അതിൽ നിന്ന് പൂർണ്ണ വളർച്ചയിൽ "ഐം ബാക്ക്, തിരുമ്പി വന്നിട്ടെന്ന് സൊല്ലിടാ" എന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് ചിരിക്കുട്ട മോൺസ്റ്റർ. താൻ അങ്ങനെ ചിരിക്കുട്ടന്റെ അപ്പൂപ്പനായിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കാഴ്ച പകച്ച് പണ്ടാരടങ്ങി ഒളിച്ചു കണ്ടു നിൽക്കുകയാണ് ബോയ്ഡ്. എന്താല്ലേ? മറുവശത്ത് തബിതയ്ക്കരികിലെത്തി "അങ്കൂയ്" എന്ന് മുട്ടുകുത്തിയിരുന്ന ആ പെൺകുട്ടി പറയുമ്പോൾ "റിമെമ്പർ" എന്ന വാക്കിന് അർത്ഥം പറയുകയാണ് തബിത. എന്താ എന്ന് കാര്യം തിരക്കുകയാണ് ജിം. "അങ്കൂയ്, ഓർമ്മിക്കൂ" എന്നാണ് അതിൻ്റെ അർത്ഥം. "ഞങ്ങൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു" എന്ന് ജേഡിനും എല്ലാം ഓർമ്മ വന്നതുപോലെ പറഞ്ഞു നിൽക്കുമ്പോൾ കിട്ടിയ ഓർമ്മകളിൽ വിങ്ങിക്കരയുകയാണ് തബിത. കാരണം അതിലൊരു കുഞ്ഞ് എന്ന് ജേഡ് ബാക്കി ഓർമ്മ കൂടി വിവരിക്കാൻ ഒരുങ്ങുമ്പോൾ അതൊന്നും കേൾക്കാൻ സാധിക്കാതെ എന്നതുപോലെ വിങ്ങി അവിടെ നോടി പോവുകയാണ് തബിത. എന്താ കാര്യം എന്ന് ഒരു പൊട്ടനെ പോലെ തിരക്കുകയാണ് ജിം. "ഞങ്ങൾ അവർക്ക് താരാട്ടുപാട്ട് പാടിക്കൊടുത്തിരുന്നു" എന്ന് വീണ്ടും ഓർമ്മകൾ ചികഞ്ഞു നിന്ന് ജേഡ് പിറുപിറുക്കുമ്പോൾ തബിതയ്ക്ക് പിറകെ പോകുന്ന ജിം തബിതയെ പിടിച്ചു നിർത്തി "തബി, എന്താണെന്ന് പറ പ്ലീസ്" എന്ന് തിരക്കുമ്പോൾ "എനിക്കറിയാം ഞാൻ എന്തുകൊണ്ടാ കുട്ടികളെ കാണുന്നതെന്ന്, ജേഡ് എന്തുകൊണ്ടാ കാണുന്നതെന്ന്. അതുകൊണ്ടാ ഒന്നിലധികം ബ്രേസ്ലെറ്റുകൾ ഉള്ളത്. ഞാനത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കത് ഓർമ്മയുണ്ട്. കാരണം ഇതിനു മുൻപും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, ഞാനും ജേഡും. മിറാണ്ടയ്ക്ക് തോന്നിയ കാര്യം എനിക്കും തോന്നിയതിന് കാരണം ഞാൻ തന്നെയായിരുന്നു മിറാണ്ട. ജേഡായിരുന്നു ക്രിസ്റ്റഫർ. വീണ്ടും വീണ്ടും ഞങ്ങളിവിടെ വന്നു. കാരണം ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ തോറ്റുപോയി. ആരംഭത്തിൽ ഞാനും ജേഡും ഇവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികളെ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. കാരണം അതിലൊരു കുഞ്ഞ് ഞങ്ങളുടെ മകളായിരുന്നു" എന്ന്. മിറാണ്ട തന്നെയാണ് തബിത എന്നും ക്രിസ്റ്റഫർ ആയിരുന്നു ജേഡെന്നും ഇവർക്കെല്ലാം മുന്നേ ഉള്ള അവരുടെ ആദ്യ വേർഷൻസിൽ അവർക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു എന്നും ആ മകളായിരുന്നു അങ്കൂയ് കുട്ടികളിൽ ഒന്നെന്നും ജന്മലക്ഷ്യം നിറവേറ്റാൻ, അതായത് തൻ്റെ മകളടങ്ങുന്ന അങ്കൂയ് കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പുനർജന്മ പ്രക്രിയ ഒരു ലൂപ്പ് പോലെ ഇവിടെ പലതവണയായി തങ്ങളെ വീണ്ടും വീണ്ടും എത്തിച്ചുകൊണ്ടിരുന്നതാണെന്നും തബിത ഓർത്തു പറയുമ്പോൾ കേട്ടതൊന്നും സത്യമല്ലെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിൽക്കുകയാണ് ജിം. "അതാണ് സത്യം. എനിക്കിത് വ്യക്തമായി അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് കുറച്ച് സമയം താഹണി, ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ" എന്ന് ആകെ മനസ്സ് നൊന്ത് തബിത ജിമ്മിനോട് പറയുമ്പോൾ ഇനി ഏത് ജന്മത്തിൽ തബിത ആരുടെ ഭാര്യയോ അമ്മയോ ആയിക്കോട്ടെ, ഈ ജന്മം തബിത തൻ്റെ ഭാര്യ, തൻ്റെ കുട്ടികളുടെ അമ്മ മാത്രമെന്ന് ആകെ ബ്ലാങ്ക് ആയ അവസ്ഥയിൽ ഇനി എന്ത് വേണമെന്നറിയാതെ തങ്ങളുടെ ഫ്ലാഷ് ബാക്കിൽ ഇവിടേക്ക് വരുന്ന വഴി "എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓർമ്മ വരും, പഴയ നമ്മളെ" എന്നൊക്കെ താൻ പറഞ്ഞതും എന്നിട്ടിപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു, അതിൽ താൻ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നടക്കുകയാണ് ജിം. പെട്ടെന്ന് "ഡാഡ്, കേൾക്കുന്നുണ്ടോ?" എന്ന് ഓടി വരികയാണ് ജൂലി. ഡാഡ് ഇവിടെ നിൽക്കരുത്, വേഗം ടൗണിലേക്ക് പോ" എന്ന് മുഖത്ത് ഒരു മുറിവുമായി പാഞ്ഞോടി വരുന്ന ജൂലിയുടെ ഹെയർ സ്റ്റൈലും മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. മേ ബി മറ്റൊരു ടൈം ലൈനിൽ നിന്നുള്ള ജൂലി. ഈദം പറഞ്ഞതുപോലെ ഫ്യൂച്ചറിൽ നിന്ന് കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ശരിക്കുമുള്ള വർത്തമാന കാലത്തിൽ നിന്ന് സ്റ്റോറി ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയതായിരിക്കും ഈ ജൂലി. അപ്പം നമ്മൾ ഇതുവരെ കണ്ട ഈ സംഭവങ്ങളെല്ലാം ഭൂതകാലത്തിൽ നടന്നു കഴിഞ്ഞതാണ് എന്ന് സാരം. ഇവിടെ ഈദൻ പറഞ്ഞ മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ ഓർക്കണം. ജൂലിക്ക് കഴിഞ്ഞുപോയ കാലത്തിലേക്ക് സഞ്ചരിക്കാനേ സാധിക്കൂ, പക്ഷെ കഴിഞ്ഞുപോയ കഥയിൽ പുതിയ മാറ്റം വരുത്താനൊന്നും സാധിക്കില്ല. "എന്തു പറ്റി നിനക്ക്?" എന്ന് മകളുടെ വെപ്രാളം കണ്ട് ജിം തിരക്കുമ്പോൾ പറയുന്നത് കേൾക്ക്, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, ഇപ്പോഴത് സംഭവിക്കുക എന്ന്. ഇവിടെ നിൽക്കുന്നത് ജിമ്മിന് ആപത്താണെന്ന പോലെ ജൂലി വെപ്രാളം കാണിക്കുമ്പോൾ "ഓക്കെ, സമാധാനപ്പെട്, കുഴപ്പമൊന്നുമില്ല" എന്ന് ജൂലിയെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് ജിം. "നോ, പറയുന്നത് കേൾക്ക്, എനിക്ക് ഈ കഥ മാറ്റണം ഡാഡി പ്ലീസ്" എന്നിവിടുന്ന് പോകാൻ ജിമ്മിനോട് കെഞ്ചുകയാണ് ജൂലി. ഭൂതകാലത്തിൽ നടന്ന എന്തിൽ നിന്നോ ജിമ്മിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ജൂലി. പെട്ടെന്ന് "എന്തൊരു അടിപൊളി പാട്ടായിരുന്നു, ജേഡിന് നന്നായി വായിക്കാൻ അറിയാം" എന്ന് മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച, കണ്ണുകൾ പൂർണ്ണമായി കറുപ്പ് നിറം പടർന്ന, അല്പം പ്രായമുള്ള നീളമുള്ള ഒരാൾ അവിടേക്ക് വരുന്നത്. മിറാണ്ടയുടെ പെയിന്റിങ്സിലെല്ലാം നമ്മൾ കണ്ട ആ മഞ്ഞ വസ്ത്രം ധരിച്ച രൂപം, മാൻ ഇൻ യെല്ലോ.
ഇയാൾ മോൺസ്റ്റർ ആകുമോ? എങ്കിൽ എങ്ങനെ ഈ ഡേ ടൈമിൽ വരാൻ സാധിക്കുന്നു? ശരിക്കും സ്റ്റിറോയിഡ് അടിച്ച ഒരു മോൺസ്റ്ററിനെ പോലെയുണ്ട്. അയാളെ കണ്ട് ഭയന്ന് ഓട്, ഡാഡിക്ക് അറിയില്ല, ഓട് ഓട് എന്ന് ജൂലി വെപ്രാളപ്പെടുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് അവർക്കടുത്തേക്ക് നടന്നു വരികയാണ് അയാൾ. ഓരോ അറിവിനും ഓരോ വിലയുണ്ട് എന്നയാൾ കൂടുതൽ അടുത്തേക്ക് വരുമ്പോൾ അടുത്തേക്ക് വരരുതെന്നാ പറഞ്ഞത് എന്നയാളെ തടയാൻ ശ്രമിക്കുകയാണ് ജൂലി. അറിവിനെ പറ്റി പറഞ്ഞത് ജിമ്മിന്റെ അറിവ് ഉപയോഗിച്ച് ആ നമ്പേഴ്സിന്റെ പസിൽ സോൾവ് ചെയ്യാൻ ജേഡിനെയും തബിതയും സഹായിച്ചതിനെ പറ്റിയാകാം. ജൂലിയെ പിടിച്ച് തള്ളിവിടുകയാണ് അയാൾ. നിലത്ത് വീണ് കിടന്നിട്ടും ജിമ്മിനോട് ഓടാൻ അപേക്ഷിക്കുകയാണ് ജൂലി. എന്നാൽ മകളെ അങ്ങനെ വിട്ടുപോകാൻ പറ്റാതെ കാര്യമൊന്നും അറിയാതെ അയാളെ നേരിടാൻ നിൽക്കുന്ന ജിം ഒരു തടിക്കഷ്ണം എടുത്ത് അയാളെ കുത്താനൊരുങ്ങുമ്പോൾ ജിമ്മിനെ തടഞ്ഞ് കഴുത്തിലമർത്തുന്ന അയാൾ, നിന്നോട് ഞാനൊരിക്കൽ പറഞ്ഞതാ നിന്റെ ഭാര്യ ആ കുഴി കുഴിക്കാൻ പാടില്ലായിരുന്നു ജിം എന്ന് ഈ സെയിം ഡയലോഗ് പണ്ട് സീസൺ 1 തബിത വീടിന്റെ ഉള്ളിൽ കുഴി കുഴിച്ചപ്പോൾ ജിമ്മിനോട് റേഡിയോയിലൂടെ സംസാരിച്ച ആളും പറഞ്ഞതല്ലേ? അപ്പോൾ ഇയാളായിരുന്നോ അയാൾ? ഞൊടിയിടയിൽ ജിമ്മിന്റെ കഴുത്ത് ഞെരിച്ച് മാംസം അടർത്തി കഴുത്ത് കീറിയെടുത്തിരുന്നു അയാൾ. ജീവന്റെ അവസാന പിടപ്പിൽ ജിം നിൽക്കുമ്പോൾ ഈതന്റെ വാക്കുകൾ ശരിവെക്കും പോലെ അത് തടയാനാകാതെ ആ കാഴ്ച കണ്ട് അലറി വിളിക്കുകയാണ് സ്റ്റോറി വാക്കർ ജൂലി. അങ്ങനെ ഫ്രം സീസൺ 3 അവസാന എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ടൗണിലെ ഒരു ഈവിൾ എൻറ്റിറ്റി മേ ബി മെയിൻ വില്ലിനെ റിവീൽ ആയിരിക്കുകയാണ്. സ്വന്തം കുട്ടികളെ ബലി കൊടുത്ത് അമരത്വം നേടാൻ നോക്കി ഇന്ന് ഈ ടൗണിൽ മോൺസ്റ്റേഴ്സായി ജീവിക്കുന്ന അവരുടെ മാതാപിതാക്കളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കി. ജേഡിന്റെയും തബിതയുടെയും റീഇൻകാർണേഷൻ തിയറികൾ, കുട്ടികളുടെ ഹോപ്പും അതിൽ നിന്നുണ്ടായ വേരുകളും ബോട്ടിൽ സ്ട്രീയും. ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ലഭ്യമായ വിവരങ്ങളും ഹിഡൻ ഡീറ്റെയിൽസും വെച്ച് ഒരു സ്പെഷ്യൽ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. സോ കാത്തിരിക്കുക. ടിൽ ദെൻ ഇറ്റ്സ് യുവർ ഹൈറ സൈനിങ് ഓഫ്. ബൈ.